സീക്രട്ട് പറയട്ടെ, ഞാൻ ഇവിടെ അടിച്ചു കിട്ടിയ നിന്റെ സാറെന്ന് ശരിക്കും ചാനൽ. അപ്പൊ ഇന്ന് മൊറോക്കയുടെ 3rd ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ അടിച്ചു പൊളിച്ച് തകർത്തു. ഇന്നലെ ഇവിടെ ഫുൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് കളിച്ചും മറിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഓർ എക്സൈറ്റഡ് ആണ് ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്റെ ഒപ്പം നിങ്ങൾക്ക് വന്ന് കണ്ടാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോയോ. രാവിലെ തന്നെ നമ്മള് ഡ്രസ്സൊക്കെ കണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ നല്ലതായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഏകദേശം 6:45 ആയിട്ടുള്ള ഇവിടുന്ന് നമ്മള് ഡെസേർട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ്. എന്തിനാന്നറിയണ്ടേ, സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിൽ കൂടെ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ ഒത്തിരി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സഹാറ മരുഭൂമിയിലൂടെ ഒരു സ്കൂട്ടർ ഡ്രൈവ് ആയാലോ. അപ്പം നീരജിക്ക് തീരെ വയ്യ. സോ നീരജ് ഈസ് നോട്ട് കമ്മിങ്, ഷി സ്റ്റിൽ സ്ലീപ്പിംഗ്. നമ്മുടെ അസ്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് എല്ലാവരും എത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ക്യാമ്പ് അടിപൊളിയായിരുന്നു. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലഷ് ഇച്ചിരി കുട്ടിപ്പോയി. ബ്ലഷ് ഇട്ടിട്ടില്ല, ആക്ച്വലി ബേബി ക്രീമൊക്കെ ഇട്ടിട്ട് രാവിലെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ഷവറൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ബോൾഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു വേറെ തന്നെ ഒരു ലുക്കൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പൊ ഇത് വരാതെ ഈ കണ്ണാടി വർക്ക് ആവൂല. പക്ഷെ ഡെസേർട്ടിലൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് ലെൻസ് ഇട്ട് റിസ്ക് എടുക്കാൻ വയ്യ. ഇവിടെ ആയാലും UK തിരിച്ചു ചെന്നാലും നമുക്ക് കണ്ണിനൊക്കെ എന്തെങ്കിലും പണിയിട്ട് കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭയങ്കര കൺസേൺ ആണ്. എനിക്ക് അത്രയും സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ലെൻസ് ഒന്നും ഇട്ട് ഇറങ്ങാറില്ല കേട്ടോ. സോ സോഡ കുപ്പി ഗ്ലാസ് ആയാലും സ്റ്റിൽ ഐ എം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ അല്ലേ. പക്ഷെ ഇതൊരു സണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ടേൺ ടു സൺ ഗ്ലാസ്. അപ്പം ഭയങ്കര രസമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ സോഡ കുപ്പി ആയിട്ടിരിക്കുന്നത് എനിക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എനിവേ നമുക്ക് പുറത്തിറങ്ങി അവരുടെ അടുത്ത് പറയാം നമ്മളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, സെറ്റാണ്, പോവാൻ റെഡിയാന്നൊക്കെ അല്ലേ. ശരിക്കും ഞാൻ റൂമിനകത്ത് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും നേരം വെളുത്തിട്ടുണ്ടാവുന്നു. പക്ഷേ ടെൻറ്റിന്ന് ഇറങ്ങിയപ്പോൾ ബ്യൂട്ടിഫുൾ ഒരു സീനറി ആയിരുന്നെന്നറിയാവോ. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ പിക്ചേഴ്സൊക്കെ ഇല്ലേ അതുപോലെ ഇരുന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ബാക്കിയുള്ളവരും റെഡി ആവുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ തട്ടുന്നത് നമ്മളെ ഡോറിലായിരിക്കും. ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാനും കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു സ്കോട്ട് ബൈക്കിങ്ങിനൊക്കെ ആയിട്ട്. അപ്പം കണ്ടോ ഒത്തിരി അധികം സ്റ്റാർസൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ഡെസേർട്ടിൽ കുറച്ചധികം നേരം പോയി കിടന്ന് ഈ സ്റ്റാർസിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് കിടന്നായിരുന്നു കേട്ടോ. നല്ല ദൂരമുണ്ട് നമ്മൾ പെട്ടെന്ന് എത്തുന്നു. വെറുതെ ഇല്ല ആ ഇരുട്ട് തുടങ്ങിയപ്പോഴേ നമ്മൾ തുടങ്ങിയത് യാത്ര. അതെ, നമ്മൾ ഇരുട്ട് തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് നല്ല വെളിച്ചം വന്നു തുടങ്ങി. നമ്മുടെ സൺറൈസ് എന്തായാലും കാണാൻ പറ്റുന്നത് നല്ലൊരു സൺറൈസ് കഴിഞ്ഞു. അതുകൂടെ കാണാൻ നമ്മളെ ചിരിച്ചായി. അങ്ങനെ എന്റെ നല്ല രീതിക്ക് ഫലമൊന്നും പിറ്റാവുന്നില്ല. അപ്പൊ ഞാൻ ഇതാണ് ഇട്ടേക്കുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അത് ഈ സ്കോട്ട് ബൈക്കിംഗ് ആണോ എന്തോ സഹാറ ഡെസേർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് വേറൊരു വൈബായി. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അഡ്വെഞ്ചർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഒരു 8 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. ഈ ഒരു 8 വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് മിസ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഫുൾ ഓൺ പവറിൽ തിരിച്ചെത്തിരിക്കുകയാണ്. ഈ സൂര്യൻ ഉദിക്കുന്നത് പോലെ ആ തിളക്കത്തോടു കൂടി ഞാനും തിരിച്ചു മടങ്ങി എത്തേണ്ട സമയം അതിക്രമിച്ചെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഞാനും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ലൈനപ്പ് ചെയ്തു. ഞങ്ങൾ ഇനി സ്കോട്ട് ബൈക്കിംഗ് പോവാണ്. ഇതിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് അറിയാമോ? ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നതാണ്. എന്താവും ഏതാവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ബാക്കിലാണ് എല്ലാവരും വരുന്നത്. ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറാണ് എന്നാണ് അവരുടെ വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിശ്വാസം ഈ ഡ്രൈവിങ്ങിൻ്റെ ലാസ്റ്റ് വരെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കണ്ട് എന്നെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. കയറിയിരിക്കുകയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ്സ് വരുമ്പോൾ അവർ പോയി ചെക്ക് ചെയ്തൊക്കെ ഉണ്ട്.
And I'm so much excited, guys. നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ എത്രമാത്രം excited ആണ്. This is my first time. I never thought of having doing this with all my life. എന്നാലും I'm very much excited. വളരെ വ്യക്തത പറഞ്ഞ തീരുള്ള കാരണം ഫുൾ ഡെസേർട്ടിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾക്ക് ട്രാവലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പല കൺസേൺസും ഉണ്ടായിരിക്കുമല്ലോ, ഡേറ്റ്സിൻ്റെ ഇഷ്യൂ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കീപ് മാനിഫെസ്റ്റിംഗ് തിങ്സ്. അത് വർക്ക് ആവും എന്നുള്ളത് 100% ഷ്യൂരിറ്റി എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറക്കും. ഞാൻ അതിന്റെ സാധനങ്ങളൊന്നും എടുത്തില്ല. ഞാൻ ട്രൈ ചെയ്യാം ഇത് വെച്ചുകൊണ്ട്, പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. അത് ട്രൈ, ഇഫ് നോട്ട് then I'll just leave it here. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു സാഹസികമാണ് കേട്ടോ. ഈ ഒരു DJ-യുടെ ഓസ്മോ പോക്കറ്റ് ട്രീ അല്ലേ, അത് വെച്ചിട്ടൊരു സാഹസികം ഞാൻ കാണിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് അവർ പുറകെ വരുന്നതും ഞാൻ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ സിനിമാറ്റിക്കിലൊക്കെ എടുക്കാമെന്നുള്ള ഒരു ഇതിൽ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെസേർട്ടാണ്, കുന്നും മലയും താണ്ടി പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റിങ്ങിൽ എനിക്കിത് സാധിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇനി ഫ്രണ്ട് ക്യാമിലോട്ടേക്ക് തിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് ക്യാമിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. ഞാൻ കുത്തിയടിച്ച് മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഇതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എന്താ മൊറോക്കോയുടെ ബ്യൂട്ടിഫുൾ ഒരു ഡെസേർട്ട് ഏരിയ ആണ് ഈ സഹാറ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കോട്ട് ബൈക്കിംഗ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ടീം നമുക്കൊരു ഐ തിങ്ക് ഒരു 2 hour 1.5-2 hours നമ്മൾ സ്കോട്ടിങ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്കത് റിയലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ കേട്ടിട്ടുണ്ട് ദുബായിലൊക്കെ ആണെങ്കിൽ ഒരു 30 minutes ഒക്കെ മാത്രമേ അവർ സ്കോട്ട് ബൈക്കിംഗ് നമുക്ക് തരത്തുള്ളൂ. അതിന് നമ്മൾ ഈ ഒരു റേഞ്ചും കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ കണ്ടോ, ഞാൻ പൊന്തേന്ന് പറഞ്ഞ് വീഴുവാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഗൈസ്, എല്ലാം. ഞാൻ നാണം കിട്ടും. കണ്ടവനെ കയറി ബ്രദറെന്ന് വിളിച്ചപ്പോൾ അടി കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ അവൻ തെറിയൊന്നും പറഞ്ഞില്ല. അവനോട് ഞാൻ പറഞ്ഞു ഒന്ന് ചുറ്റിച്ചൊരു വീഡിയോ എടുത്തൊരു സെറ്റ് ചെയ്ത് തരുമെന്ന്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്തോ ഒരു മ്യൂസിക്കൽ ഹിറ്റ് ബൊമ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഞാൻ ബ്രദറെന്ന് വിളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ എൻ്റെ ക്യാമറയും കൊണ്ട് മുങ്ങി ഗൈസ്. ഇല്ല, അവൻ തിരിച്ചു കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങൾ സ്കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ആ ഒരു ബ്യൂട്ടിഫുൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ സ്കോട്ട് ചെയ്യാൻ, അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചധികം ദൂരവും കൂടെ ഉണ്ട് ഇവരുടെ ആ ഒരു ഗാരേജിലേക്ക് പോകാൻ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ മാറി. നമ്മുടെ സഫാരി നടത്തിയ ഔട്ട്ഫിറ്റൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഹായ് ഗൈസ്. നമസ്തേ. യെസ്, അപ്പൊ ഇവര് ഭയങ്കര വൈബാണ്, നല്ല അടിപൊളി. അപ്പൊ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. യൂട്യൂബേഴ്സിനെ കൊണ്ട് സംസാര സമ്മേളനമാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? എന്താ അല്ല കണ്ണാടി നിന്റെ ഇപ്പൊ ഞങ്ങള് മൊറോക്കയിലെ ഓൾഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മാർക്കറ്റ്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ പോവാൻ. കാരണം ഇവിടെ ഞങ്ങൾക്ക് സിമ്മില്ല, കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡേറ്റ മാത്രമാണ് എടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ യൂട്യൂബേഴ്സ്. സോ നമ്മളങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവാണ്. നമ്മൾ ആ വഴികളിലൂടെ എല്ലാം നടന്നു പോവാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സും ഓൾഡ് മാർക്കറ്റ്സും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചുമ്മാ കേട്ടോ, ലൈനപ്പ് ഒന്നുമല്ല,
ഞങ്ങൾ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കയറി പോവാട്ടോ. കയറാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിലൊക്കെ സെയിം തന്നെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് ഏരിയയിലോട്ട് വരുന്നത് കേട്ടോ. ഞങ്ങൾ ഇതുവരെയ്ക്കും പബ്ലിക് ഏരിയയിലേക്ക് വന്നിട്ടില്ല കാരണം സോ യെസ്. ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. എത്രയാണ്? ഇവിടെ ഒരു ഇതാണ് കേട്ടോ, നടിക്കട പോലത്തേതാണ്. സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കല്ലുകളുണ്ട്, സ്റ്റോൺ, അത് അങ്ങനെ ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. ഇനി എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, എൻ്റെ കാശൊന്നും തീർന്നു. പറ്റിയത് എന്താണെന്നറിയാമോ, ഇവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വേറൊരു മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിങ്ങനത്തെ ലോക്കൽ സ്ട്രീറ്റ്സിലൊക്കെ പോകുമ്പോൾ കാണുന്ന അവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മളെ ഈ പിറകെ നിൽക്കുന്നവരെല്ലാവരും ബാർഗെയിൻ ചെയ്തവരെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കാശെടുക്കാതെ ഈ മാർക്കറ്റിലോട്ട് വന്നത് അതെന്ത് ഇഷ്ടമായിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ഇവരെല്ലാം ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഓരോ ഇത് കണ്ടോ, ബാഗും എല്ലാം നമ്മുടെ പൈസ മാറ്റം. ഞങ്ങൾ അതിനൊന്നും മേടിക്കില്ല. സോ ഇവിടെ എല്ലാവരും കണ്ടോ It's okay. I have this kind of one. We've been to Saudi. No. No. Thank you. You know Shah Rukh Khan, yeah? You know Shah Rukh Khan. So you... No money. Sorry? Amitabh Bachchan. No money. Amitabh Bachchan. No money. You know Amitabh Bachchan as well. You like Hindi movies? Cinema. Oh, cinema. Okay, you watch Hindi movies? But we are from South India. Yeah, we are from Kerala. ആ പറഞ്ഞത് നിങ്ങൾക്ക് ഒഫൻസീവായിട്ട് തോന്നിയോ? നമ്മുടെ മലയാളം സിനിമ അങ്ങനെ അറിയപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഫോസിൽ എന്താ പറയുക, ഒരു ജിയോഗ്രാഫിക്കൽ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അതിനൊരു പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി. എനിവേ, Okay, please, here for example we can say this is the rock and we can say the fossil, for example, like this. All this, it's a fossil. Yeah. Yeah, The real ones. yeah, here This we have, big. Yeah, this one it's big. Yeah, this one it's called ammonite. Big snail. This one is from Jurassic period. Jurassic period, about 140 million years ago. Yeah, it's a mollusk with shell, as you say. Yeah, and the shell it's made by boxes or rooms or chambers. For example, here in picture we can say this is the shell. അല്ലേ, this is not exciting me. അപ്പം അതെ, മൊറോക്കോയിൽ വന്നിട്ട് ഇവിടെ ഒത്തിരി ഡെസേർട്ട് എന്നൊക്കെ പണ്ട് കാലത്തൊക്കെ കിട്ടിയ, അതായത് നമ്മുടെ കോണ്ടിനെന്റ് സ്ലൈഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഫിക്ഷൻ കാരണമൊക്കെ കടല് മാറി ആയതാണല്ലോ ഡെസേർട്ടൊക്കെ. അപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫുഡ്സിലാണ് അന്നത്തെ കാലത്ത് അത് ഇവിടെ ഫിനിഷ് പ്രോഡക്റ്റായിട്ട് ടേബിളായിട്ടും നമ്മുടെ വാഷ് ബേസിനായിട്ടും ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടേബിൾസ് ആയിട്ടൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഫിനിഷ് പ്രോഡക്റ്റ്സാണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എന്തായാലും വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടല്ലോ, വീട്ടിലേക്കൊക്കെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ കുറച്ച് പീസ് വയ്ക്കണമെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെ കണ്ടോ ടേബിൾ എങ്ങനത്തെ നോക്കി, ടേബിൾ അതിന് അകത്ത് ഷെൽസ് ഉണ്ട്. പിന്നെ ഇവിടെ പോകുമ്പോൾ മറ്റേ കോറൽസ് ഉണ്ട്. ക്യാമറയിൽ അത്രയും നന്നായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. കണ്ടോ തിളങ്ങുന്ന. ഹൗ മച്ച് ഈസ് ദാറ്റ്? ഇത് കൊണ്ടുപോകണമെങ്കിൽ ബില്ല്. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. സമയം
എനിക്ക് തോന്നുന്നു 3 മണിയായെന്ന് തോന്നുന്നു കേട്ടോ. വിശന്ന് കറങ്ങി പോയി ഫുഡ് എടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസ്ലെടുത്തേക്കുന്ന പ്ലേറ്റ് കണ്ട് ഞെട്ടണ്ട നിങ്ങൾ. എല്ലാവരും നല്ല വിശന്ന് കറങ്ങി നിൽക്കുമായിരുന്നു. അടിപൊളിയായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. പക്ഷേ ചതിച്ചു ഞാനിത് അതേപോലെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് വന്നത്. കാരണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇന്നത്തെ ഫുഡ് ലഞ്ചും ഫ്ലോപ്പായിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ മൊറോക്കൻ കൾച്ചറിലെ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ തന്നെ പോയിട്ട് സെലക്ട് ചെയ്യുവാണ്. റെഡ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ റെഡ് ചൂസ് ചെയ്തു. അങ്ങനെ അവർ എനിക്ക് ഇട്ട് തരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. മുന്നേ നമ്മൾ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ പ്രകാരം നേരെ പോകുന്നു, ഇടുന്നു എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ ഭർത പോലെ ഉള്ളൊരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഈ തലയ്ക്കെട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഗ്ലോയാണ് നിങ്ങൾ എൻ്റെ ഫേസിൽ കാണുന്നത്. ഈ ഡ്രസ്സിങ്ങാണ് എനിക്ക് ഏറ്റവും ചേരുന്നത്. എനിക്ക് അവിടെ വെച്ചെന്ന് തോന്നിയായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മൊറോക്കൻ പെൺപിള്ളേരെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. എന്നാൽ നമ്മളെ കാണാനും വലിയ അടിപൊളി. പിന്നെ ഞങ്ങൾ അതൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് ഡാൻസ് കളിച്ച് വെല്ലായിരുന്നു ഗൈസ്. ഇനി ആ ഡാൻസ് കളിക്കുന്ന പാട്ടൊക്കെ ഇട്ട് വെറുതെ കോപ്പിറൈറ്റ് കേട്ടാൻ എനിക്ക് ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പാട്ടൊന്നും ഇടുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഊമപ്പാട്ടിട്ട് ഏതാണ് നമ്മൾ കളിച്ചതെന്നുള്ളതൊക്കെ ഗസ് ചെയ്ത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഓടിപ്പോയിട്ട് ഡാൻസൊക്കെ കളിച്ച് റോഡിലെ ആൾക്കാർ വിചാരിക്കും ഇത് ഏത് പിള്ളേരാണ് ഈ പേക്കൂത്ത് കാണിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. അപ്പം ഇത് ഡേ 3 അല്ലേ? അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഹോട്ടൽ സ്റ്റേയുടെ. അതായത് ഇന്ന് ലാസ്റ്റ് നൈറ്റാണ് മൊറോക്കയിലെ. അപ്പം ആ ഒരു വിഷമത്തോടു കൂടിയാണ് കയറുന്നതെങ്കിലും ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് കയറിക്കൊണ്ടിരുന്നത്. കാരണം രാവിലെ തൊട്ടുള്ള എല്ലാം ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി ഇവിടെയെങ്കിലും ഞെട്ടിച്ചേക്കണേ മിന്നിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം മാറി നിന്ന് അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, ഡൈനിങ് സ്പേസിൽ കുറച്ച് ആളുകൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് സെറ്റാവട്ടെ. അവർ മാറിപ്പോയതിന് ശേഷം നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ സൈറ്റായെന്ന് അറിഞ്ഞത് ഞങ്ങൾ ഓടിപ്പോയി ഒരു ടേബിൾ അങ്ങോട്ട് ബുക്ക് ചെയ്ത് എടുത്തു. ഇനി ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് കഴിക്കാൻ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനിടയിൽ സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്യാൻ മറക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊറോക്കയിൽ ഞാൻ പോയ അന്ന് മുതൽ ഞാൻ സ്റ്റോറി ഇട്ട് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാം നന്നായിട്ട് കഴിച്ചു. ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ ഫുഡ് ഇവിടെ കൂടെ പിഴച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണം ഒതന്റിക് ബ്രെഡ് വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഒന്നുമില്ല. കുടിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടൊരു ബിയറും കൂടി ആക്കിക്കൂടാന്ന്. കാരണം ഇന്ന് ഡബിൾത്തെ ടീ ആണ്. അതായത് ഇന്ന് അസ്ലയുടെ ബർത്ത്ഡേയും കൂടെയാണ്. പിന്നെ അടിച്ച് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അസ്ലയുടെ വീട്ടിൽ വിളിച്ച് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ചുമ്മാതെ കേട്ടോ ഞങ്ങൾ ബിയർ മേടിച്ച് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ബിയർ വേണം. ഇതെന്താ പിള്ളേർ കളിയാണോ? ഇവിടെ ഒരാൾ പതച്ച് ബിയർ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ച് കലക്കാണ് കേട്ടോ ഇവിടെ നീരജ. എന്നിട്ട് അവൾ ചിന്തിക്കേ എൻ്റെ ബിയറെല്ലാം ആര് കുടിച്ച് തീർത്തു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. എനിവേ ഞാൻ ബിയർ ഒഴിച്ച് ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. ഞങ്ങളൊരു ചിയേഴ്സ് പറഞ്ഞ് ഞങ്ങൾ ബിയറും അടി തുടങ്ങി കേട്ടോ. ഇനി ബിയർ അടിച്ച് നടന്ന കഥകളൊന്നും ഞാൻ പറയത്തില്ല, കാരണം അത് പറയാൻ വേറെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ വെയിറ്റ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നറിയാമോ? ഫുഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഫസ്റ്റ് വന്നൊരു സാധനം എന്താണെന്ന് അറിയില്ല, കീശ് പോലെയൊക്കെ ഇരുന്നു. അത് കഴിച്ചപ്പോൾ നല്ല മധുരമുള്ളൊരു സാധനമായിട്ട് തോന്നി. പക്ഷേ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഐറ്റം എത്തിയത്. ഇന്നലെ പൊക്കിയപ്പോൾ കണ്ട വഴുതനങ്ങയുടെ പാർട്ട് 2 ആണോ എന്ന് വിചാരിച്ച് പൊക്കിയപ്പോൾ അല്ല ഗൈസ്, അല്ല, നല്ല അടിപൊളി ലാമ്പിൻ്റെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് മറവി കൂടുന്നില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം എൻ്റെ മോൻ
മോനെയല്ല എൻ്റെ സാറേ, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവർ ആയിരുന്നു. No, you should do the same action with me. No, attack me. Attack me, not him. No. Attack me, so he know Hindi. You broke my heart. I will sing now. I will carry a blanket in the street like a homeless and I will say laja laja. ഒന്നും പറയാൻ കഴിയുന്നില്ല ഗൈസ്. ഞാൻ നല്ല രീതിക്ക് അടിച്ച് നല്ല ഫ്രൂട്ട് സലാഡും കഴിച്ച് ഞാൻ എന്തൊക്കെ അലമ്പാണ് കാണിച്ചത് റൂമിൽ വരൂ കാണിച്ചു തരാം. എനിക്ക് ചാർജറും തരും. എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്റെ ഫോൺ ഓഫ്. ബർത്ത്ഡേ ആയിട്ട് തല ചെവി തല കേൾക്കാൻ സമ്മതിക്കത്തില്ല. ഇവളുടെ റൂം ഇവിടെ അല്ല ഇപ്പൊ. എനിക്കിവിടെ സ്വസ്ഥതയില്ല. നിങ്ങൾ കണ്ടത് ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. മിണ്ടാതിരിക്കൂ. ഒരു കാര്യം സീക്രട്ട് പറയട്ടെ, ഞാൻ ഇവിടെ അടിച്ചു കിട്ടി. അടിച്ചു കിട്ടിയ അവിടെ ഒരു ചേട്ടനെ കണ്ടപ്പോ റൊണാൾഡോ നോക്കിയ ചേട്ടൻ ചാർജർ വന്നാൽ കൊള്ളാം. നിന്റെ സാറെന്ന് ശരിക്കും അല്ല അവിടെ നിർത്തുള്ള അതെന്റെ സ്വന്തം. എന്റെ സ്വന്തം നോക്കിയത് ഞാൻ നിന്റെ ബുദ്ധി ഇതാണ് ഇവിടെ ഒരു ഫോറും പിന്നെ ചുവാറും. ഇവിടെ എടി നമുക്ക് അവളെ പറ്റിക്കാം. നമുക്കിവിടെ എടി നമുക്ക് അവളെ പറ്റിക്കാം. നമുക്ക് അവളെ പറ്റിക്കാം. നമുക്കിവിടെ ഇത് ഇവക്കുള്ള മൂന്നല്ലേ?